ഇന്നത്തെ വിഷയം രേണുസുതി തന്നെയാണ്. രേണു കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ എടുത്തു വെച്ച് ഓരോ യൂട്യൂബർമാരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രേണുവിന് ദേഷ്യവും, രേണു ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. രേണു ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഓരോരുത്തരും പറഞ്ഞ് അതിന് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അതാ നമുക്ക് ആദ്യത്തെ ഒരു കോപ്രായം കാണാം. ഡയറക്ടർ എന്നും പറഞ്ഞ് ഈ പെങ്കൊച്ച് കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങൾ അതിനെ വേണം ആദ്യം അടിക്കേണ്ടത്. ഇതാണ് ഒരു ഡയറക്ടർ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. നീ ഒരു പെൺകുട്ടിയല്ലേ, നീ ഒരു കൊച്ചു എനിക്ക് തോന്നണം അത്ര വലിയ പ്രായമൊന്നുമില്ല. അപ്പം നിനക്ക് കാണിക്കാൻ പറഞ്ഞു കൊടുക്കാറ്. ഒരാൾ അവരെ നല്ലതാക്കി കൊണ്ടുവരാനുള്ളതിന് എവള് വെറും മോശമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ രേണു മുമ്പൊന്നും ആദ്യമൊന്നും ഇങ്ങനെയൊന്നും അല്ല. ശ്രുതി ഉള്ള ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് രേണുവിൻ്റെ സ്വഭാവം. നല്ല മര്യാദയുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേ അതിന് ശേഷം ശ്രുതി മരിച്ചതിന് ശേഷവും നമ്മൾ കണ്ടു. നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത് കണ്ടു, വെറും പാവുമായിരുന്നു. അതുപോലെ ഷോർട്ട് ഫിലിമുകൾ അഭിനയിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടു. അതിലൊന്നും നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല. അതുപോലെ ആൽബം ഒക്കെ തന്നെ എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു രീതിക്കായിരുന്നു അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വേറില്ല ഏപ്പടം പിടിക്കുന്ന മാതിരി. എടി പെങ്കൊച്ച്, നീയാണ് ഒരു ഡയറക്ടർ, എന്തൊരു കിച്ചുവാ നിന്നെയാണ് ആദ്യം അടിക്കാനുള്ളത്. കുട്ടികൾ വരെ കാണുന്ന ഒരു ഇതാണ് ഈ യൂട്യൂബ് എന്ന് പറയണ. ഇതിനകത്ത് എന്തോന്ന് കോപ്രായമാണ് കാണിച്ചു കൂട്ടുന്നത്. ഈ പറയണോക്ക് ഇതൊക്കെ ശീലമുണ്ട്. അതാണ് ചെണ്ടിലൊന്ന് ചൊട്ടെ, കണ്ണിലൊന്ന് ചൊട്ടെ, ചേർത്ത് പിടി. ആ കൊടു വൃത്തിയിട്ട എടി, ഒരു മര്യാദയുടെ സ്വരത്തിൽ നീ പിന്നെ ആൽബം ആയിരുന്നാലും എന്തരായിരുന്നാലും നീ പിടിക്കാൻ നോക്ക്. ഇങ്ങനെ ഒരാളിന് ഇത്രയും നെഗറ്റീവായിട്ടേ നീ ഇട്ട് കൊടുത്തത് നീ ഈ ഒരു പെൺകുട്ടിയാണ്. ഈ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ലച്ചുവാ അങ്ങനെ പറയുന്ന ഈ ഒരു സാധനമാണ്. ഇതിപ്പോൾ രേണുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ രേണു അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ്. ഇതിനാണ് അഭിനയം എന്ന് പറയണത്. കണ്ടിട്ടുണ്ടോ സിനിമയിൽ ഇങ്ങനെയാണ്? സാധാരണ ഒരു രീതിക്കൊക്കെ കാണും, എന്നാൽ ഇതിത്തിരി അതിര് കടന്നുപോയി. സംഭവം ഇത് രേണുവിൻ്റെ നെഞ്ച് കൊണ്ടിട്ട് അയാളെ നെഞ്ചിലോട്ടും അയാളെ ശരീരത്തിലും മൊത്തത്തിലിട്ട് ഒരയ്ക്കാണ് ചെയ്യണത്. ഇത് ഒരിതും തുറക്കാൻ പറ്റുന്നില്ല. യൂട്യൂബ് ആയിരുന്നാലും ഇൻസ്റ്റ ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും ഇത് തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആരൊക്കെ പറഞ്ഞത് കൊണ്ട് രേണു അതിനും വന്നിരുന്ന് ന്യായീകരിക്കുന്നു. കിളവൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വീട്ടിലൊന്നും ഭാര്യയും മക്കളും ഇല്ലേ? ഉണ്ടല്ലോ, ഭാര്യയും മക്കളുണ്ട്. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ? വയസ്സായില്ലേ? ഒന്ന് ഒതുങ്ങിക്കൂടെ നിങ്ങൾക്ക്? അല്ല, ഇങ്ങനെ പണം ഉണ്ടാക്കുന്നതിലും ഭേദം തൂറിയിട്ട് തീട്ടം വാരിത്തിന്ന്, അതാണ് പറ്റിയത്. അത് വാരിത്തിന്ന് ഇങ്ങനെ പണം ഉണ്ടാക്കുന്നതിലും ഭേദം. കഷ്ടം. ഇനിയിപ്പം കിച്ചുവിൻ്റെ വാക്ക് കേൾക്കാം. കിച്ചു ലൈവിൽ പറഞ്ഞതാണ്, രേണുവിനെ കുറിച്ച് പറഞ്ഞതാണ്. ആരോ കമൻ്റ് ഇട്ട് എന്തോ പറഞ്ഞതായിട്ടാണ് ഈ കിച്ചു പറയണത്. അവർക്കൊരു ലൈഫുണ്ട്, മനസ്സിലായോ? എനിക്കൊരു ലൈഫുണ്ട്.
അത് നല്ലൊരു രണ്ടുപേരും മുന്നോട്ടുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് എന്താണല്ലോ ഒന്നും ഓ നല്ലോണം മുന്നോട്ട് കൊണ്ട് പോകണടാ ലൈഫ്. ഓ അമ്മയ്ക്കും ഒരു ലൈഫുണ്ട്, നിനക്കും ഉണ്ട് ഒരു ലൈഫ്, ഇല്ലെന്ന് പറയണില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നണ എല്ലാം കണക്ക് തന്നെയാണ്. നിനക്ക് 10-22 വയസ്സായില്ലേ, നിനക്ക് പറഞ്ഞൂടെ? ആരും പറയണില്ല രേണുവിൻ്റെ അടുത്ത് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണ്ടെന്ന് പറയണില്ല, ആൽബത്തിൽ അഭിനയിക്കണ്ടെന്ന് പറയുന്നില്ല, അഥവാ സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ അങ്ങനെ അഭിനയിക്കണ്ടെന്ന് ആരും പറയണില്ല. അതിന് ഒരു മര്യാദ ഉണ്ട്. കുറേ കോഴികളുമായിട്ട് കിടന്ന് അവന്മാർ 3 കൂടെ കാണിച്ചു കൂട്ടുന്ന വേലകൾ, അവിടെ പിടി ഇവിടെ പിടി എന്ന് പറഞ്ഞ് പിടിച്ച് രേണുവിനെ വെച്ചിട്ട് മുതലാക്കിക്കൊണ്ടിരിക്കുന്ന 3 സാധനങ്ങളാണ്. ഈ ദാസേട്ടനുണ്ട്, പ്രതീഷ്, പിന്നെ വേറൊരുത്ത ഒരു കോഴി കണക്കത്, 3 കോഴികൾ തന്നെയാണ്. ഇത് എനിക്ക് തോന്നണം എല്ലാത്തിനും ഭാര്യയൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഞാനും ഇടപെടുന്നില്ല. അപ്പൊ അതിന്റെ കാര്യം എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അമ്മയ്ക്കാണെങ്കിലും കൊച്ചു കുട്ടിയൊന്നുമല്ല, അമ്മയ്ക്ക് ഈ കമന്റും കാര്യങ്ങളാണെങ്കിലും ഈ ലോകത്ത് ഈ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അമ്മയ്ക്ക് കാണാവുന്നതേ ഉള്ളൂ. കൊച്ചുകുട്ടിയൊന്നും അല്ല അമ്മയ്ക്ക് എല്ലാം അറിയാം. അമ്മ നെഗറ്റീവിലൂടെ കയറാനായിട്ടിരിക്കണം. നെഗറ്റീവിലൂടെ കയറുന്നതും പോസിറ്റീവിലൂടെ കയറുന്നതും രണ്ടാണ്. നെഗറ്റീവ് കമൻറ്റിലൂടെ നെഗറ്റീവ് ഇട്ട് മുകളിലോട്ട് പോവാന്ന് ഇതിനൊന്നും തോനെ നാൾ പോവൂല. ഇത് ഉടനെ സ്റ്റോപ്പ് ആവണ ലക്ഷണമാണ് ഈ കാണുന്നത്. അല്ല ഞാൻ കയറി അതിൽ കയറിയിട്ട് നീ അമ്മേനെ തീർത്തണം അതാക്കണം, അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നില്ല. നീ വെച്ചോണ്ടിരി, ഒന്നും പറയണ്ട. ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഒന്നും പറയണ്ട. രേണുവിൻ്റെ വീട്ടിൽ നിന്ന് തങ്കച്ചനും എല്ലാവരും ടാറ്റയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് മുത്തവും കൊടുത്ത് പറഞ്ഞു വിടുമല്ല. അപ്പോഴൊന്ന് ഓർമ്മിക്കണം മോൾ എങ്ങനെയാണ് ഈ പണം കൊണ്ടുവരണമെന്ന്. മോളെടുത്ത് എന്ത് പറഞ്ഞാലും മോളത് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഏത് രീതിക്ക് പറഞ്ഞാലും തയ്യാറായിട്ട് നിൽക്കണ ഒരു മോളാണ് രേണു. അത് കുറേ കോഴികളുമുണ്ട്. ആ കോഴികളങ്ങ് മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് രേണുവിനെ. ഇതാ ഒരു കോഴി, അതിൻ്റെ കൂടെയുള്ള 3 കോഴികളും കൂടെ എവളെ എടുത്ത് പൊക്കണ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 കോഴിയിലുള്ള ഒരു കോഴി ഇരുന്ന് പറയണത് കേൾക്കാം. ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ പറയണതാണ്. കോഴി രേണു കോഴിച്ചിയും കൂടെ. ചേച്ചിയുടെ അരുമയായ അനിയൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തായി ഒരു പയ്യനെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എവളോടാ ഈ രേണുവിൻ്റെ കൂടെ അഭിനയിക്കണം എന്നും പറഞ്ഞ് എന്തേരം അഭിനയമാണോ എന്തോ അമ്മക്ക് അറിഞ്ഞൂടാ, അഭിനയിക്കണം എന്നും പറഞ്ഞ് എന്നിട്ട് വിളിക്കണതാണ് അനിയാ. പ്രതീക്ഷിനെ വിളിക്കണേണ് അനിയൻ, എൻ്റെ അനിയൻ. ലോകത്തുള്ള ജനങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് അനിയൻ, ചേച്ചി. അപ്പോഴും പിന്നെ വേറെ ആരും ഒന്നും തെറ്റിദ്ധരിക്കൂലല്ലോ. അടിമയല്ല, അരുമയായ അടിമയല്ല, അരുമ. ഒരു റൂമിൽ ഒരു ആണും പെണ്ണെന്ന് പറഞ്ഞ ആളുകൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കും. തീർച്ചയായിട്ടും അങ്ങനൊന്നും അല്ല. ഒരു റൂമിൽ ആണും പെണ്ണും ആയി കഴിഞ്ഞാൽ മറ്റേ പരിപാടി മാത്രമല്ല. ഒരിക്കലും ഇല്ല. അതൊക്കെ നമ്മുടെ മൈൻഡും നമ്മുടെ തോന്നലും. ഒരിക്കലും ഇല്ല. യവനും കൂടെ കൊച്ചിയിൽ ഏതോ ഫ്ലാറ്റിലാണ് കിടക്കണത്, ഒരു റൂമിൽ. അതാണ് അവിടെ സംസാരം വന്നത്. നീ എവിടെ പോയി കെടേ, നീ അല്ലെങ്കിൽ അവനെ അങ്ങ് കെട്ട്. ഇതിലും ഭേദം ഇതാണ് നല്ലത്. ഈ അവനെ നീ അങ്ങ് സ്വീകരിക്കണേണ് നല്ലത്. അതാകുമ്പോൾ ആരും ഒന്നും പറയൂല. ഇനി അങ്ങനെ ഉണ്ടാന്ന് നമുക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നണത് യവനുമായിട്ട് എന്തോ ഇതുണ്ട്. ഇനി യവനാണെന്നറിയാൻ വയ്യ കെട്ടണത്. എനിക്ക് നല്ല കാര്യം. ലോകം മൊത്തത്തിൽ നാറ്റക്കേസായി കിടക്കണതാണ്. അപ്പോൾ പിന്നെ അതാണ് നല്ലത്. നീ ഒരു ഫ്ലാറ്റിൽ കിടക്കേ, ഒരു കട്ടിലിൽ കിടക്കേ, എന്തിനാ ചെയ്തോ. ഇനി ബാക്കി കേൾക്കാം. ഇവനെ നമ്മൾ അനിയനായിട്ട് അല്ലെങ്കിൽ ഇവനെ നമ്മൾ അങ്ങനെ കണ്ട അനിയനായിട്ട് കണ്ട അങ്ങനെ, ഇനി വേറെ രീതി കണ്ട അങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. അത് മനുഷ്യരാണ്, എല്ലാവർക്കും ഫീലിങ്സും കാര്യങ്ങളും ഉള്ളൊരു ഞാൻ ഇവനെ കാണുന്നത് അനിയനായിട്ട്. ഉണ്ട് കിടക്കുമ്പോൾ ഇപ്പം തന്നെ ഈ ഇങ്ങനെയുള്ള ആളുകൾ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഫീലിങ്സ് ഇതിൽ വെച്ച്. അപ്പം പിന്നെ രാത്രിയിൽ ഒരു റൂമിൽ കിടക്കുന്ന 2 പേരെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ എന്തൊരു ഫീലിങ്സ് ആയിരിക്കും. അതങ്ങനെ കാണുമെന്നാണ് രേണു പറയണത്. അത് അങ്ങനെ ഫീലിങ്സ് കാണും, അത് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞ ബ്രദറായിട്ട് കണ്ട അങ്ങനെ കാണത്തുള്ളൂ ഞാൻ. അതിപ്പോ ഒരു റൂമിൽ കിടന്നാലും ഇരുന്നാലും അത് മാറത്തില്ല എന്നെ സംബന്ധിച്ച്. എന്നെ സംബന്ധിച്ച് അങ്ങനെ. എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് കയറി അറിയത്തില്ല. നിനക്കും അങ്ങനെ തന്നെ. എന്നോട് പറഞ്ഞു ചേച്ചി അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചിയാണ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നൂല. റൂമിനകത്ത് കിടന്നാലും എനിക്ക് അങ്ങനെയൊന്നും തോന്നൂല, എൻ്റെ ചേച്ചിയാണ്. അപ്പം ഇനി നമുക്ക് വേറൊന്ന് കേൾക്കാം. ഈ ഒരു കോഴീനെയും കോഴിച്ചീരെയും കാര്യം തന്നെ വേറൊന്നും കണ്ടോളണം. ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു.
നമുക്കല്ലേ അറിയത്തുള്ളൂ. കണ്ട നമ്മക്കല്ലേ ഉള്ളൂ അറിയത്തുള്ളൂ എന്താ സത്യാവസ്ഥയെന്ന്. അപ്പൊ അവള് പൊട്ടിച്ചിരിക്കണണ്ട വായും പൊത്തിയിട്ട്. ഇതാണ് അവിടെ നടക്കണത്. അതിനകത്തും കുൽസിതം തന്നെയാണ് അവിടെ നടക്കണത്. ഒരു ഫ്ലാറ്റില് ഒരു റൂമില് എന്നൊക്കെ പറയുന്നത് കുൽസിതമാണ് അതിനകത്ത് നടക്കണത്. അതൊക്കെ അറിയാം. അവളെ ചിരിയിൽ മനസ്സിലാക്കിക്കൊള്ളണം സത്യാവസ്ഥ. ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങള് അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ ബിഗ് ബോസിന് ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്നു. ആളുകൾ അവിഹിതാക്കിയോ? അവീതാക്കണം തേര്. അല്ലെങ്കിൽ തന്നെ അതാണല്ലോ നിന്നെ സംബന്ധിച്ച്. നീ എല്ലാ കുടുംബമായിട്ട് കഴിയണവരെ നീ കൊണ്ടങ്ങ് പോവുകയാണ് ചെയ്യണത്. ആഹാ, ഒരു കുടുംബമായിട്ട് നല്ലോണം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവിനും നല്ലതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നീ അത് അടിച്ചു മാറ്റും. നമുക്ക് വേറൊരു ഉദാഹരണം വേണ്ടല്ലോ, സുധി വേറെ കല്യാണം കഴിഞ്ഞ് കുടുംബത്തോടെ കഴിഞ്ഞതാണ്. എത്ര ഭാര്യ, ആദ്യത്തെ ഭാര്യ മരിച്ച് കിച്ചുവിൻ്റെ അമ്മ, അത് മരണപ്പെട്ടെന്ന് പറയണായിട്ട്. പിന്നെ അതിനുശേഷം വേറൊരു സ്ത്രീ ആയിരുന്നു. അവരെന്നൊക്കെ എവളെ അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോയത്. അപ്പം അങ്ങനെ ഉള്ള ഒരു സ്ത്രീയായ നീ നല്ല പുണ്യാളത്തിയെന്ന് ചമയണ്ട. അതും ഈ കുടുംബമായിട്ട് കഴിയണവരെയാണ് കൂടുതലും അടിച്ചുകൊണ്ട് പോണത്. അതുകൊണ്ട് പ്രതീഷിൻ്റെ ഭാര്യയൊക്കെ ഒന്ന് സൂക്ഷിക്കണത് നല്ലതാണ്. പിന്നെ ദാസേട്ടനെന്നും പറഞ്ഞും കൊണ്ട് അതൊക്കെ മുതുക്ക് കൂത്താട്ടങ്ങൾ. അവർക്കൊന്നും ഒരു വിഷയവും ഇല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ പോട്ടെ, അതൊക്കെ പോക്ക് കേസുകളല്ല. അത് ഉറപ്പല്ലേ ആക്കും. ഞങ്ങളൊരു ഫ്ലാറ്റ് വയറ്റിലെ ഒരു ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. ഇവൻ പറഞ്ഞ ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിൽ അങ്ങോട്ട് വരാൻ പറയും. അപ്പാർട്ട്മെന്റ് ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ സാധനങ്ങൾ? ചേച്ചിയുടെ കുറച്ച് സാധനങ്ങൾ അതിനകത്തിരിപ്പുണ്ട്. ഇനിയിപ്പോൾ സാധനത്തിന്റെ പേര് പറയണ ശ്രദ്ധിച്ചു. അതിൽ വെച്ച് മനസ്സിലാക്കണം കോഴിയുള്ള രംഗങ്ങൾ. കുറച്ച് ഡ്രസ്സ്, ഒരു ബാഗ്, എന്റെ കയ്യിലിടുന്ന വാച്ച്. എന്തൊക്കെ ഡ്രസ്സാന്ന് ഒരു മനുഷ്യനിടുന്ന എന്തൊക്കെയാണ് ഡ്രസ്സ്? നാണം. യവന് സ്ഥിരം നിർത്തി ചോദിക്കുന്നതാണ്. ഈ രേണു പറഞ്ഞു കൊടുത്ത് ഇവ സ്ഥിരം ഇങ്ങനെ ചോദിക്കുന്ന ഒരുത്തനാണ് ഈ യവൻ്റെ സ്വരം. പല ഇതിലും കണ്ടിട്ടുണ്ട്. രേണുവിൻ്റെ പിറക്കേ ഇങ്ങനെ നടക്കുകയാണ്. രേണു അത് കൊണ്ട് നടക്കുകയാണ് അവനെയും കൊണ്ട്. എന്നിട്ട് ഓരോന്ന് ചോദിക്കാൻ പറഞ്ഞേക്കുകയാണ്. എന്തോന്ന് സാധനം അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ജെട്ടി ബ്രൈസീറിൻ്റെ ഒക്കെ കാര്യമാണ് പറയണത്. പിന്നെ അതിന് പിന്നെ നാണിക്കണം തേരന് കണ്ട. അയ്യോ, രണ്ടുപേരുടെ കുഞ്ഞി അടന്ന് ചിരിക്കണം. പക്ഷേ നീ തീർന്നു കേട്ടോ. അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അല്ലേ? കൊറേ ഉണ്ടായിരുന്നു. ഷൂട്ടിന് വന്നപ്പോ കൊറേ ലഗേജ് ആയിട്ട് വന്നു. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം വരുമ്പോ അവൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അടുത്ത ദിവസം വരുമ്പോ അതൊക്കെ മണം പിടിച്ചോണ്ടിരിക്കാനായിട്ട്. 3 കോഴികളും കൂടെ എടുത്ത് പൊക്കണം ഒന്ന് കാണാം. അതല്ലേ കാണാനുള്ളത്. 3 കാട്ടുകോഴികളും ഒരു കാട്ടുകോഴിച്ചിയും കൂടെ കാണിക്കണത്. മൂന്നെണ്ണം കൂടെ അവളെ അടിയിൽ, അവളെ ചന്തിയിലിട്ട് അടിക്കുന്നുണ്ട്. കൈ കയറ്റിയിട്ട് എന്തൊക്കെ കാണിക്കണം എന്തോ. അവളെ എന്തൊക്കെയാണ് ചെയ്യണതെന്ന് ചോദിച്ചാറുണ്ട്. ആ കണക്കിനൊക്കെ അവന്മാർ പിടിയും വലിയും നല്ലതുപോലെ ഇവളെ ഇട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊള്ളാം, നല്ലത് തന്നെ. കിച്ചു ഇതൊക്കെ കണ്ടിട്ടേ കിച്ചു അവിടെ ഇരുന്നോളണം. അമ്മേരെ നല്ല വശമാണ് ഈ കാണുന്നത് കേട്ടാ. ഇത്രയൊക്കെ കേട്ടാലും നാണമില്ലാത്ത എടി, നിന്റെ തൊലിക്ക് ഇത്ര കട്ടിയാ സാധനമേ. നിന്റെ വീട്ടിൽ നിന്ന് ഇരുന്നും കൊണ്ട് പണം കൊണ്ട് വാടി. നീ ഏത് തീട്ടത്തിൽ കൈയിട്ടളിച്ചെങ്കിലും നീ പണം കൊണ്ട് വാടി. എന്ത് വൃത്തിയടി, എന്ത് തോന്നിയാസം കാണിച്ചെങ്കിലും നീ പണം കൊണ്ട് വാടി എന്ന് പറഞ്ഞു വിടണം. നിങ്ങളെ സമ്മതിച്ചു വെക്കണം. എന്തിനാണ് പറഞ്ഞു എൻ്റെ മോട് കുടുംബം നോക്കണം. അവൾ പോയിരുന്ന് ചുമ്മാ കള്ളക്കണ്ണീര് സുരിച്ചേട്ടൻ്റെ കാര്യവും പറഞ്ഞല്ലേ. എൻ്റെ ഷൂ ചേട്ടനെന്നും. ഒരു സുധി, ആ മരിച്ചു പോയ ആ മനുഷ്യനെ ഇപ്പോഴും വിറ്റ് കാശാക്കണം നീ. എടി, സത്യമാണ്. നിൻ്റെ അടുത്ത് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു നിന്നെ. പക്ഷേ നിന്നെ വെറുത്ത്, നീ പറയുമല്ലോ നിന്നെ നെഗറ്റീവ് കമൻറ്റിലൂടെ നീ കയറിപ്പോടണം. എടി, നെഗറ്റീവ് കമൻ്റ് അല്ല, അതിൽ പോസിറ്റീവ് കമൻറ്റിലൂടെ കിട്ടണ ഒരു വാക്കെങ്കിലും അത് സന്തോഷത്തോടു കൂടി അത് കിട്ടുകയാണെങ്കിൽ അത് നിൻ്റെ ഭാഗ്യമാണടി. നീ വിചാരിക്കും നിനക്ക് നെഗറ്റീവ് കൊണ്ട് കയറിപ്പോണം. പക്ഷെ നീ തോന്നുന്ന നാൾ നീ പോകൂല. നീ തോന്നുന്ന നാൾ ഇത് പോകുമെന്ന് തോന്നണില്ല രേണു. നീ പോകൂല.
നീ അവസാനം കരയേണ്ടി വരും. നീ നോക്കിക്കോ, നീ കരയണ ഒരു കാലം വരും. നീ രേണുവിൻ്റെ കൂട്ടുകാരി സജീന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സജീനയുടെ വാക്കുകൾ കേട്ടപ്പോൾ പക്ഷെ എനിക്ക് സന്തോഷമായി. സജീന രേണു കൂടെ ചേർന്നിരുന്നും കൊണ്ട് ബിഷപ്പിനെ രേണു വിളിക്കണിട്ട് ബിഷപ്പാമ്പേ എന്നൊക്കെ വിളിക്കണതൊക്കെ നമ്മൾ കേട്ടന്നൊക്കെ എനിക്ക് ഭയങ്കര അന്നൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇപ്പം സജീന രംഗത്ത് വന്നിട്ടുണ്ട്, നല്ല കാര്യം. നമുക്കതൊന്ന് കേൾക്കാം. ഇപ്പൊ ഒരുപാട് ഷോർട്ട് ഫിലിമിൽ രേണുസുതി അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് അവള് പോകുന്നിടത്ത റീൽസ് എല്ലാം നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ 3 നായകന്മാരെ വെച്ചുകൊണ്ട് സംവിധാനം ചെയ്തിട്ടുള്ള ആർജെ ലച്ചു എന്ന് പറയുന്നത്, അവളടുത്ത് ഇനി ഏത് കോപ്പിലെ ഡയറക്ടറാണ് എനിക്ക് എൻ്റെ പൊന്ന് സജീന, ഇവന്മാരെ നായകന്മാരെന്ന് വിളിക്കാതെ കാട്ടുകോഴികളെന്ന് വിളി. രേണുവിനെ വെച്ച് മുതലാക്കാണ്. രേണുവിനെ എന്തൊക്കെയാണ് ചെയ്യണത് അവിടെ ചോദിക്കാനുള്ളത്. ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് അപരാധനം പിടിച്ച ഒരു പണിയല്ല. അന്തസ്സായിട്ടും മാന്യമായിട്ടും ഷോർട്ട് ഫിലിം ഡയറക്റ്റും ചെയ്ത് പ്രൊഡ്യൂസും ചെയ്ത് നല്ല നല്ല കാസ്റ്റിങ്ങും ചെയ്ത് നല്ല ആ ഡയറക്ടർ എന്ന് പറയണ ആ ലച്ചു എന്ന് പറയണ അവളെ പൊട്ടിക്കണം, അടിക്കണം, അവളെ പൊട്ടിച്ച് വിടണം, അവളെ നല്ല ഏതത്തിന് കൊടുക്കണം. രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഥ ഉണ്ടാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ പെട്ടവൾ തന്നെയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും കേട്ടാ. ആർജെ ലച്ചു, നീ സത്യം പറഞ്ഞാൽ നിനക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് നല്ല ആർജെ ലച്ചുവിന് എന്തറിയാ. പിന്നെ പറയണേ ദാസേട്ടാ പിടി, ദാസേട്ടാ ചേർന്ന് നില്ല്, മുഖം ചേർത്ത് വൈ, താടിയിൽ മുത്തണ്ട, ചുണ്ടിൽ മുത്ത്, ദാസേട്ടാ കൂട്ടിപ്പിടി, രേണു നെഞ്ചൊരച്ച് കൂട്ടിപ്പിടി, രേണു എടി ലച്ചു നിന്റെ എപ്പോഴും പിടിക്കാൻ പറ്റും. അതിനുള്ള കാലിബർ നിനക്കുണ്ട്. ഒരു ഷോർട്ട് ഫിലിമും ഒരു വെബ് സീരീസും ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളിലേക്കാണ് ഇത് എത്തേണ്ടത്. എൻ്റെ പൊന്നു കുട്ടി, ഈ യൂട്യൂബൊക്കെ ഒരുപാട് പേര് ഇത് കൂടുതൽ ഈ കൊച്ചു മക്കളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു കുട്ടിയെ ഓൺലൈൻ ക്ലാസ് നടക്കുകയാണ്, തള്ളമാർ പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ്. റൂമിൽ പോയിരുന്ന അവർ കാണുന്നത് ഇതാണ്. ഇത് ഏപ്പടത്തിന് തുല്യമാണ് ഈ കാണിക്കുന്നത്. രേണുവിന് ഇതൊക്കെ നല്ലതായിട്ടാണ് തോന്നണത്. രേണു അവൾ പറയുന്ന അതേ കണക്കങ്ങ് ചെയ്യണു. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിടി പിടി വലി. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് സ്ക്രീൻ അല്ല, യൂട്യൂബ് ചാനൽ തന്നെയാണ്. ആണോ? അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ കാണാൻ വരുന്ന ആൾക്കാരും ഒരുപാട് വീട്ടമ്മമാരും കൊച്ചുങ്ങളും എല്ലാവരും ഉണ്ടാവും. പക്ഷേ അത് നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ഒരു കഥ, നമ്മൾ ആദ്യം ഒരു സ്റ്റോറി നമ്മളെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതിനുള്ള സിറ്റുവേഷനാണ് ആദ്യം ഉണ്ടാക്കുന്നത്. മനസ്സിലായ? ഒരു പാട്ട് പാടി കിട്ടിക്കഴിയുമ്പോൾ അതിന് നമ്മളൊരു സ്റ്റോറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ആ സ്റ്റോറി ഇന്ന കണക്കായിരിക്കണം, കറക്റ്റ് ഒരു കണ്ടന്റ് നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്യും. ഉറപ്പാണോ? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇതൊരിക്കലും ചെയ്തുകൊണ്ടിരുന്നത്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷൂട്ട് പോലും തുടങ്ങുന്നത്. ഇപ്പം നീ ഇപ്പം ആ ഒരു രംഗം കാണിച്ച് ഇതിപ്പം രേണു എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. രേണുവിന്റെ എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടിയാൽ മതി, അതിങ്ങനെ പറന്ന് റീച്ച് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഒരാളെ കൊണ്ട് ഇങ്ങനെ അങ്ങ് ബായി തോന്നുന്ന നാട്ടുകാരെ മൊത്തം കൊണ്ട് അപരാധത്തിനും കേൾപ്പിച്ചിട്ട് നീ റീച്ച് ഉണ്ടാക്കാൻ നിൽക്കുന്നതിനെക്കാട്ടി നല്ല നിനക്ക് ഞാൻ പറഞ്ഞില്ല. നിനക്ക് കറക്റ്റ് ആയിട്ട് ആർജെ ലച്ചു നിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞാണ് ഞാൻ പറയുന്നത്. ഇത് രേണുവിനെ കൊണ്ട് അവള് റീച്ച് ഉണ്ടാക്കിയാണ്. ഈ ലച്ചു എന്ന് പറയുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ പെണ്ണ്, അവളാണ് റീച്ച് ഉണ്ടാക്കണത്. അവക്ക് രേണുവിനെ കൊണ്ട് നെഗറ്റീവ് വേണം. അതുകൊണ്ടാണ് രേണുവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണത്. നല്ല പടം പിടിക്കാനുള്ള എല്ലാവിധ കാലിബറും നിനക്കുണ്ട്. ഇത് ഏപ്പടം തന്നെ ഇഷ്ടം 18 ഷോർട്ട് ഫിലിം, ആൽബം, വെബ് സീരീസ് ഇതെല്ലാം കൂടെ ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾക്കൊരു ടീം വർക്ക് ഉണ്ട്. ഈ ടീം വർക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന നമ്മുടെ കൂടെ സഹകരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഷൂട്ടിംഗ് സമയം ഷൂട്ടിംഗ് തീർന്നു കഴിഞ്ഞാലും അതിനു മുന്നും എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് ഇട്ടാൽ വലിയ ഉപകാരമായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് വെറും അപരാധിത്തരം തന്നെയായിരുന്നു കാണിച്ചത്. ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളെപ്പോലുള്ളവരും ഒരുപാട് നല്ല ആൾക്കാരും ഷോർട്ട് ആൽബം എന്ന് പറഞ്ഞ് ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇപ്പൊ നാളെ നമ്മളൊരു കാസ്റ്റിംഗ് കോൾ ഇട്ട് നമുക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. പക്ഷെ ഇതെങ്ങനെ കാണും? ഇതെങ്ങനെയാണ് കാണുന്നത്? സജീനക്ക് മനസ്സിലായല്ലേ? വളരെ നന്ദി സജീന. ഞാൻ ഇത്ര ഏജുള്ള ഒരു കുഞ്ഞിനെ വേണം, 22 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ വേണം, അതല്ലെങ്കിൽ ഇത്ര പ്രായമുള്ള ഒരു ആൺകൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് വിടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപരാധങ്ങൾ കണ്ടോണ്ടിരിക്കും. തന്റെ തള്ളി ഒന്ന് അറയ്ക്കും. പിന്നല്ലേ ഇതായിരിക്കും അവിടെ നടക്കുന്നത് എന്ന് ചിന്തിക്കും. കാരണം ഇയാൾ സ്വയം അതുകൊണ്ട് വിടൂല. തള്ളേ നന്ദായിരുന്നാലും വിടൂല. മക്കളെ ഇങ്ങനെയുള്ള അപരാധത്തിന് വിടോ? ഇങ്ങനെയുള്ള ഏപ്പടം പിടിക്കാനായിട്ട് വിടൂല.
ആണോ? നമ്മൾ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നെഗറ്റീവ് മാത്രം റീച്ച് അല്ല, പോസിറ്റീവ് റീച്ചിനാണ് വാല്യൂ കൂടുതൽ. നെഗറ്റീവ് 1,00,000 ആൾക്കാർ കണ്ടാലും പോസിറ്റീവായിട്ട് ഒരു 10 പേര് കണ്ടാലും അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രേണുസുതി വെച്ച് ഞങ്ങൾ 3 ഒരു ആൽബം 2 ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. ആ 2 റിലീസായി, ഇനി 1 റിലീസ് ആവാനുണ്ട്. ഈ ഞങ്ങൾ ചെയ്ത ആ ആൽബത്തിന്റെ താഴെയുള്ള കമന്റ് ആയാലും ഈ ഷോർട്ട് ഫിലിമിന്റെ താഴെയുള്ള കമന്റ് ആയാലും താനൊന്ന് കാണിച്ചു തരുമോ? ഒരു നെഗറ്റീവ് കമന്റ് ഉണ്ടെങ്കിൽ താൻ പറയുന്ന പണി ഞങ്ങൾ ചെയ്തു തരാം. അതും രേണുസുതിയെ കൊണ്ട് ഞങ്ങൾ ചെയ്തതാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടാണ് ഞങ്ങൾ ചെയ്യിച്ചിട്ടുള്ളത്. ഒരു പെണ്ണിനെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സജീന നല്ല കാര്യം, ഇത് ഇത്രയും വന്ന് പറഞ്ഞതിൽ തന്നെ നല്ല കാര്യം. ഈ രേണുവിനെ വെച്ചിട്ട് അവൾ മുതലെടുക്കുകയാണ്. പക്ഷേ രേണു അതിനൊന്നിന് രേണുവിനെ അറിഞ്ഞൂടാ. രേണു ആ പറയുന്നതൊക്കെ അങ്ങ് അഭിനയിക്കണം എന്നാണ്. ഇതാണ് ആ അഭിനയം. തോനെ നാൾ നിൽക്കൂല. ഇത് അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നത് പോലെയാണ് ഇപ്പം നടക്കണത്. അതുകൊണ്ട് RJ ലച്ചു നല്ല ഏപ്പടം പിടിക്കാനൊക്കെ നല്ല മിടുക്കാണ്. ഇപ്പം രേണുവിനെ വെച്ചിട്ട് ഏപ്പടമാണല്ലോ പിടിച്ചോണ്ടിരിക്കണം. നിനക്ക് നെഗറ്റീവ് കമൻറ്റിലൂടെ നിനക്ക് കയറണം. രേണു അത് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ പോസിറ്റീവ് കമൻറ്റ് ഒന്നായാലും അതിന് വിലയുള്ളതാണ്, അത് ഓർക്കും.